ബഹുമാനപ്പെട്ട വൈദികരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, വലിയ ആഴ്ചയിലെ ഏറ്റവും നിശബ്ദമായ ദിവസമാണിന്ന്. ഈശോ കല്ലറയിൽ വിശ്രമിക്കുന്ന ദിവസം, ലോകം മുഴുവൻ ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരിക്കുന്ന ദിവസം. ഒരു വശത്ത് ദുഃഖവെള്ളിയുടെ സങ്കടം മാറിയിട്ടില്ല, മറുവശത്ത് ഉയർപ്പിന്റെ സന്തോഷം എത്തിയിട്ടുമില്ല. ഈ കാത്തിരിപ്പാണ് വലിയ ശനിയാഴ്ചയുടെ സന്ദേശം. ഒരിക്കൽ ഒരു കൊച്ചു ചെടി വിത്തിനോട് ചോദിച്ചു, നീ എന്തിനാണ് ഈ ഇരുട്ടുള്ള മണ്ണിൽ ഇത്ര നേരം അടങ്ങിയിരിക്കുന്നത്? നിനക്ക് പുറത്തേക്ക് വന്നുകൂടെ? വിത്ത് മറുപടി നൽകി, ഞാൻ ഈ ഇരുട്ടിലിരിക്കുന്നത് മരിക്കാനല്ല, മറിച്ച് ജീവൻ സംഭരിക്കാനാണ്. ഈ നിശബ്ദതയിലാണ് എൻ്റെ വേര് ഉറയ്ക്കുന്നത്. ഞാൻ നാളെ ഒരു വലിയ മരമായി പുറത്തു വരും. പ്രിയപ്പെട്ടവരെ, കല്ലറയ്ക്കുള്ളിലെ നിശബ്ദത ഈ വിത്തിന്റെ അവസ്ഥ പോലെയാണ്. പുറമേ നോക്കുമ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് തോന്നാം, പക്ഷേ ഉള്ളിൽ പുതിയൊരു ജീവൻ ഉദയം കൊള്ളുകയാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവം നിശബ്ദനായിരിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ഒരുക്കുകയാണെന്ന് നാം തിരിച്ചറിയണം. പുരാതന സഭാപിതാക്കന്മാർ വലിയ ശനിയാഴ്ചയെ കുറിച്ച് പാടിയ മനോഹരമായൊരു വരിയുണ്ട്. എന്താണ് ഇന്ന് ഭൂമിയിൽ ഇത്ര നിശബ്ദത? നിശബ്ദതയും ശൂന്യതയും. കാരണം രാജാവ് ഉറങ്ങുകയാണ്. ദൈവം ശരീരം സ്വീകരിച്ച് ഉറങ്ങുകയാണ്. ആദത്തെയും ഹവ്വായെയും തേടി പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുന്നു. മരണത്തിന്റെ തടവറയിൽ കിടക്കുന്നവർക്ക് വെളിച്ചം നൽകാൻ ഈശോ ഇറങ്ങിച്ചെന്ന ദിവസമാണിതെന്ന് ഈ ചിന്ത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനം 130:5 നാം വായിക്കുന്നു, ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു, എൻ്റെ ആത്മാവ് കാത്തിരിക്കുന്നു, അവിടുത്തെ വചനത്തിലാണ് എൻ്റെ പ്രത്യാശ. ഈ വലിയ ശനിയാഴ്ച നമ്മെ പഠിപ്പിക്കുന്നത് പ്രത്യാശ കൈവിടാതെ ദൈവത്തിനായി കാത്തിരിക്കാനാണ്. ഈശോയുടെ വാഗ്ദാനങ്ങൾ ഒരിക്കലും പാഴാകില്ല. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ മറുപടി കിട്ടിയില്ലെങ്കിൽ ദൈവം നമ്മളെ മറന്നു എന്ന് വിചാരിക്കരുത്. ഈശോ കല്ലറയിലായിരുന്നപ്പോൾ ശിഷ്യന്മാർ പേടിച്ചുപോയി, പക്ഷേ 3-ാം നാൾ അവൻ ഉയർത്തു. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും ദൈവം കൃത്യസമയത്ത് ഉത്തരം നൽകും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കാൻ പഠിക്കണം. പ്രിയ മാതാപിതാക്കളെ, സഭയുടെ ജീവിതത്തിൽ പലപ്പോഴും കല്ലറയുടെ അനുഭവം ഉണ്ടാകാം. പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവം നമ്മെ കൈവിട്ടു എന്ന് കരുതരുത്. നിശബ്ദത എന്നാൽ അഭാവം എന്നല്ല അർത്ഥം. ദൈവം നിശബ്ദനായിരിക്കുമ്പോൾ അവൻ ഏറ്റവും വലിയ അത്ഭുതം പ്രവർത്തിക്കാൻ ഒരുങ്ങുകയാണ്. ഇന്ന് രാത്രി നമ്മൾ പുത്തൻ തീയും പുത്തൻ വെള്ളവും ആശീർവദിക്കുന്നു. ഇരുട്ടിനെ മാറ്റുന്ന പ്രകാശത്തിന്റെ രാത്രിയാണിത്. നമ്മുടെ ജീവിതത്തിലെ നിരാശയുടെ കല്ലറകൾ ഉരുട്ടി മാറ്റാൻ ഈശോ വരും. ആ പ്രത്യാശയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ഈ രാത്രി കാത്തിരിക്കാം.